ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബ് ഇന്ന് എവിടെയാണ്? ഒരു പ്രവാസിയുടെ ജീവിതത്തെ മരുഭൂമിയിലെ തീച്ചൂട് പോലെ പൊള്ളിച്ച ആടുജീവിതത്തിലെ കഥാനായകൻ ഷുക്കൂർ എന്ന നാട്ടുകാർ വിളിക്കുന്ന നജീബ് 30 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഉറ്റവരുടെയും ഉടയവരുടെയും സൗഹൃദ വലയത്തിൽ ഇന്ന് നാട്ടിലുണ്ട്. മറക്കാത്ത മരുക്കാറ്റിൽ ചങ്ക് തകർന്നുപോയ നജീബിന്റെ ജീവിതം സിനിമയാകുമ്പോൾ മരുഭൂമിയിൽ അദ്ദേഹം ഏറ്റുവാങ്ങിയ കൊടുപീഡനങ്ങളുടെ ചുരുളുകൾ ഫ്രെയിമിൽ കാണാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. മണൽക്കാറ്റിൽ നജീബിന്റെ കണ്ണുകൾ അഫ്രപാളികളിൽ തെളിയുമ്പോൾ നിറകയ്യടയോടെയാവും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ വീക്ഷിക്കുക. ബെന്യാമിന്റെ തൂലികയിൽ കഥാനായകനായി പ്രത്യക്ഷപ്പെട്ട അതിജീവനത്തിന്റെ നായകനെ ബ്ലെസ്സിയുടെ ക്യാമറയിൽ ഒരു വട്ടം ഒന്ന് കണ്ട് കണ്ണ് നിറയാൻ കാത്തിരിക്കുകയാണ് ആളുകൾ. മരുഭൂമിയിലെ ഉഷ്ണക്കാറ്റിൽ അറബികൾ പിച്ചിച്ചീന്തിയ നജീബിന് പുതുജീവൻ നൽകാനും ഭാര്യയെ വേദനിപ്പിച്ച മുറിപ്പാടുകളിൽ വിരലോടിച്ച് ഉറക്കത്തിൽ ഞെട്ടി വിളിച്ച് തന്നെ പൃഥ്വിരാജ് ശരിക്കും സിനിമയിൽ ആവർത്തിച്ചപ്പോൾ കരഞ്ഞുപോയെന്നും നജീബ് പറയുന്നു. ആറാട്ടുപുഴയിൽ മീൻപിടുത്തക്കാരനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആടുജീവിതത്തിലെ നിമിഷങ്ങൾ ഓർമ്മയിൽ വരാറുണ്ടെന്നും നജീബ് പറയുന്നു. പല ജീവിത സാഹചര്യങ്ങൾക്കൊടുവിൽ ജീവിതത്തിന് രണ്ടറ്റം കൂട്ടിക്കെട്ടുന്നതിന്റെ ഭാഗമായാണ് നജീബ് ഇപ്പോൾ മത്സ്യബന്ധന തൊഴിലിൽ ഏർപ്പെടുന്നത്. ആട്ടിൻകുട്ടികളെ മക്കളുടെ പേര് വിളിച്ച് ഇടപെടുന്ന നജീബ് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്റെ ജീവിതം അവരോട് പറയാറുണ്ടായിരുന്നെന്നും അവർ അപ്പോൾ കരയാറുണ്ടായിരുന്നതായും നജീബ് പറയുന്നു. ജീവന് വേണ്ടി 1.5 ദിവസമാണ് മരുഭൂമിയിലൂടെ ഓടിയത്. ഇഴഞ്ഞു പാഞ്ഞെടുക്കുന്ന പാമ്പ് കടിച്ചെങ്കിലും മരിക്കട്ടെ എന്നോർത്ത് മരുഭൂമിയിൽ കിടന്നു. ക്രൂരനായ അറബിയിൽ നിന്നും ആടുപരിപാലനത്തിനിടെ ഒരുപാട് ചാട്ടവാർ അടികൊണ്ടു. ഒടുവിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാണ് നാട്ടിലെത്തിയത്. കൊടും ചൂടിൽ കുടിക്കാൻ അല്പാൽപ്പം ജലം തന്നിരുന്നു. ആടിനെ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും തൊണ്ട വരണ്ടാണ് യാത്ര ചെയ്തതെന്നും നജീബ് ഓർക്കുന്നു. ജയിലിലെ അനുഭവം സുഖമുള്ളതായിരുന്നു. ചീട്ടുകളിയൊക്കെയായി അവരും സന്തോഷത്തിലായിരുന്നു. നാട്ടിലെത്തി ബന്ധുക്കളെ വീണ്ടും കാണാമല്ലോ എന്ന സന്തോഷമായിരുന്നു ഉള്ളിൽ. ഇന്ത്യൻ എംബസിയുടെ സഹായം എണ്ണി ദിവസങ്ങൾ. തുടർന്ന് കരുനാഗപ്പള്ളിക്കാരൻ ഒരു സുഹൃത്തിനൊപ്പം നാട്ടിലെത്തി. 2 വർഷം നാട്ടിൽ തങ്ങിയ ശേഷം ഫ്രീ വിസയിൽ ബഹ്റിനിലെത്തിയ നജീബ് 30 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് 3 വർഷം മുമ്പാണ് നാട്ടിലെത്തിയത്. ഇപ്പോൾ കുടുംബത്തിനൊപ്പം തങ്ങുന്ന നജീബ് മത്സ്യത്തൊഴിലാളിയായി ഉപജീവനം നോക്കുകയാണ്. വേദനയുടെ കുത്തൊഴുക്കുകൾ ബ്ലെസ്സിയുടെ ഫ്രെയിമിൽ വെള്ളിത്തിരയിൽ വിരിയുന്ന ദിവസങ്ങൾ എണ്ണി